ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ പണമുണ്ടായാൽ എല്ലാമായി എന്ന് ധരിക്കുന്നവരാണ് 90% ജനങ്ങൾ. അതിനുവേണ്ടി സമ്പത്ത് നേടാൻ വേണ്ടി അനവരതവും അക്ഷീണവുമായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പണം എന്തിനാണ്? സുഖിക്കാൻ വേണ്ടി കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ സമ്പത്ത് സുഖത്തേക്കാൾ ഉപരി ദുഃഖത്തെ കൂടെ പ്രദാനം ചെയ്യും എന്ന് അതിനോട് അടുക്കുമ്പോഴേ മനസ്സിലാവും. സുഖം മാത്രമല്ല സമ്പത്ത് തരുന്നത്, കൂടെ ദുഃഖവും. ആർജിക്കാൻ ദുഃഖം, അതിനെ സംരക്ഷിക്കാൻ ദുഃഖം, നഷ്ടപ്പെട്ടാലും ദുഃഖം. സമ്പത്തിൻ്റെ സ്വഭാവം അതാണ്. അതിനാൽ നാം എന്ത് ചെയ്യണം? ആനന്ദത്തിനെല്ലാം സന്തോഷത്തിനെല്ലാം കാരണഭൂതമായിരിക്കുന്ന ആ പരമസത്യത്തെ അറിഞ്ഞാൽ ദുഃഖസ്പർശമില്ലാത്ത സുഖത്തെ അനുഭവിക്കാൻ പറ്റും. തരതി ശോകം ആത്മവിത്. ആത്മാവിനെ അറിയുക എന്നതാണ് എല്ലാ ദുഃഖത്തിൽ നിന്നും മോചനം നേടാനുള്ള ഏക പോംവഴി. ആ ദുഃഖനിവൃത്തിക്കായി നാം ആത്മാന്വേഷണം ചെയ്ത് ആത്മസ്വരൂപമായി തീരുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ ആയിത്തീരുകയല്ല, അത് തന്നെയാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം ബോധിക്കുകയാണ് ചെയ്യുന്നത്. അരണ്ട വെളിച്ചത്തിൽ ഒരു കയറിൻ കഷണത്തെ കണ്ടപ്പോൾ പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചു. വെളിച്ചത്തിൻ്റെ അഭാവത്തിലാണ് തെറ്റിദ്ധാരണ വന്നത്. വെളിച്ചം കണ്ടപ്പോൾ അത് കയറാണെന്ന് ബോധിച്ചു, ഭയവും പോയി. എന്നാൽ പാമ്പാണെന്ന് ധരിച്ചപ്പോഴും അത് കയറ് തന്നെയായിരുന്നു. പാമ്പും കയറും രണ്ടും ഒരിക്കലും നമുക്കില്ല. കയറെന്ന് ധരിക്കുമ്പോൾ പാമ്പെന്ന തെറ്റിദ്ധാരണ ഇല്ലാതെയായി. പാമ്പെന്ന് ധരിക്കുമ്പോൾ കയറെന്ന ധാരണ ഇല്ലതാനും. അതുപോലെ ഞാൻ ഈ ദേഹമാണെന്ന തോന്നലാണ് വാസ്തവത്തിൽ പാമ്പെന്ന തോന്നൽ. ആത്മജ്ഞാനം കൊണ്ട് അത് ഇല്ലാതെയാകുമ്പോൾ നാം ഓരോരുത്തരും ആ പരമസത്യമാണെന്ന ബോധം ഉണ്ടാവും. അപ്പോഴും നാം ഇവിടെ ദേഹമാണെന്ന് ധരിക്കുമ്പോഴും നാം ദേഹം ആയിരുന്നില്ല. അത് തന്നെയാണ് നമ്മൾ. പാമ്പാണെന്ന് നാം ധരിക്കുമ്പോഴും അത് കയറ് തന്നെയാണ്. അത് പാമ്പായി മാറിയിട്ടില്ല, അത് കയറ് തന്നെയാണ്. അപ്രകാരം നാം ദേഹമാണെന്ന് ധരിക്കുമ്പോഴും നമ്മൾ ദേഹമല്ല, ആത്മസ്വരൂപിയാണ് പരമസത്യത്തിൽ. എന്നാൽ അതുമായുള്ള ആ മാറ്റം നമ്മളിൽ വന്നു ചേരുമ്പോൾ, ആ റിയലൈസേഷൻ നമുക്കുണ്ടാവുമ്പോൾ, നമ്മളൊരു വലിയ ഒരു പരിവർത്തനമാണ് വന്നു ചേരുക. അത് വന്നു ചേരുമ്പോൾ നമുക്ക് സ്വയമേവ വെളിവായി കിട്ടും. ടോർച്ചടിക്കുമ്പോൾ ആരും പറഞ്ഞു തരേണ്ട അത് കയറ് തന്നെയാണ് എന്ന്. അതുപോലെ ആത്മജ്ഞാനമുണ്ടാകുമ്പോൾ അതിനാണ് ബോധോദയം എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള ബോധമല്ല, ഇപ്പോൾ ഇന്ദ്രിയ സംബന്ധമായ ഒരു ബോധമാണ് നമുക്കുള്ളത്. ഇന്ദ്രിയാതീതമായ ഒരു ബോധമുണ്ട്. അതിനാണ് ഇന്ദ്രിയ സംബന്ധമായ ബോധം ഇല്ലാതെയായി ആത്മബോധം ഉദയം ചെയ്യുന്നതിനെയാണ് ബോധോദയം എന്ന് പറയുന്നത്. ഈ ബോധോദയം എന്ന പ്രക്രിയ നമ്മളിൽ ഉണ്ടായിക്കഴിയുമ്പോൾ നാം ആരാണെന്ന പരമസത്യം ഒരാളും പറഞ്ഞു തരേണ്ടതില്ല. നമുക്ക് സ്വയമേവ വെളിവായി കിട്ടും. നാം ഇപ്പോൾ കാണുന്ന സ്ത്രീയോ പുരുഷനോ യുവാവോ യുവതിയോ വൃദ്ധനോ വൃദ്ധയോ അല്ല എന്ന് ആരും പറയേണ്ടതില്ല. നമുക്ക് സ്വന്തം അത് വെളിവായി കിട്ടും. അതോടുകൂടി ദേഹസംബന്ധമായ അജ്ഞാനം നീങ്ങുന്നു. ജ്ഞാനമാകുന്ന വെളിച്ചം നമ്മളിൽ പ്രകാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജനനമില്ല, മരണമില്ല. ഇതാണ് വാസ്തവത്തിൽ
നമ്മളിൽ വന്നു ചേരേണ്ടത്. ഇത് വന്നു ചേരണമെങ്കിൽ അതിനുവേണ്ടി നാം ശ്രമിക്കാതെ പലതരത്തിലുള്ള കർമ്മകാണ്ഡത്തിലലഞ്ഞീടിൽ ജന്മനാ ദുഃഖം നശിക്കുകയില്ല. ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരണം നമ്മളെല്ലാം. ഇതിനെ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി, തിരുപ്പതി പോയി, ഗുരുവായൂർ പോയി, മക്കയിൽ പോയി, മദീനയിൽ പോയി, ഇങ്ങനെ പുണ്യസ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചു അവിടെ നിന്നൊക്കെ വാരിക്കൂട്ടാം എന്ന് ധരിക്കുന്നത് വാസ്തവത്തിൽ സത്യം ബോധിക്കാത്തത് കൊണ്ടാണ്. കർമ്മകാണ്ഡത്തിലലഞ്ഞീടിൽ ജന്മനാ ദുഃഖം നശിക്കുകയില്ല. അതിനെ നേടാൻ വേണ്ടി അക്ഷീണമായ പ്രയത്നം ചെയ്താൽ ഒരിക്കലും ദുഃഖം നമുക്ക് നശിക്കില്ല. ചിന്മുദ്ര അഭ്യാസത്താൽ ആനന്ദമായുള്ള ചിന്മുദ്ര എന്നത് നമ്മുടെ ഈ കൈവിരലുകൾ ഇങ്ങനെ പിടിക്കുന്നതാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആയില്ല. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? അത് ബോധിക്കലാണ് ചിന്മുദ്രാഭ്യാസം എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിക്കുമ്പോൾ ശരീരത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ ആത്മാനുഭൂതി ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇതിൻ്റെ പൊരുൾ മനസ്സിലാകുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? ആ ഈശ്വരനാകുന്ന തള്ളവിരലിനോട് ജീവനാകുന്ന ചൂണ്ടുവിരൽ ചേർത്ത് വയ്ക്കുക. ഈശ്വരനുമായി എപ്പോഴും ജീവൻ സമ്പർക്കം പുലർത്തുക. അതാണ് വാസ്തവത്തിൽ ചിന്മുദ്ര. അപ്പോൾ സത്വം, രജസ്, തമസ് എന്ന ത്രിഗുണങ്ങൾ ജീവനിൽ നിന്നും വിട്ടുനിൽക്കും. ആത്മാവിനെ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ത്രിഗുണങ്ങളോടാണ് ഒട്ടി നിൽക്കുന്നത്. ത്രിഗുണമാകുന്ന തമസ്, രജസ്, തമസ്, സത്വം. ഈ തമസ്, രജസ്, സത്വം എന്ന ഈ 3 വിരലുകളോട് ജീവത്വം ചേർന്നാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ആത്മതത്വം അകന്നിരിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ബന്ധം ഇതിനുണ്ട്. ഈ തള്ളവിരലുമായുള്ള ബന്ധം മറ്റ് 4 വിരലുകൾക്കുമുണ്ട്. അതുപോലെ ഈ വലിയ തള്ളവിരൽ എന്ന് പറയുന്ന തണ്ടവിരൽ എന്നും തള്ളവിരൽ എന്നും പറയുന്നത് ഒന്ന് തന്നെയാണ്. ഓരോ നാട്ടിൽ ഓരോ ഭാഷ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തള്ളവിരൽ എന്ന് പറയുന്ന ആ മൂലബ്രഹ്മ പരബ്രഹ്മത്തിനോട് ജീവനാകുന്ന ചൂണ്ടുവിരൽ ചേർത്ത് വയ്ക്കുന്നതാണ് ചിന്മുദ്ര. അപ്പോൾ ഈശ്വരനോട് ജീവൻ എപ്പോഴും ചേരുക എന്ന് പറഞ്ഞാൽ നിരന്തരം ആത്മവിചാരത്തോടു കൂടിയിരിക്കുക. അപ്പോൾ ത്രിഗുണങ്ങളുടെ ശല്യം നമുക്കുണ്ടാവില്ല, അവർ വിട്ടുനിൽക്കും. അതാണ് ബാക്കി വിരലുകൾ വിട്ടുനിൽക്കുന്നതിൻ്റെ അർത്ഥം. ഇതാണ് ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ആനന്ദസ്വരൂപിയായിരിക്കുന്ന ഈശ്വരനോട് ജീവൻ ചേരണം. അല്ലാതെ ഈ ത്രിഗുണാത്മകമായ പ്രപഞ്ചത്തോടല്ല ഒട്ടി നിൽക്കേണ്ടത്. പ്രപഞ്ചത്തോടൊട്ടി നിന്നാൽ അസത്തുമായുള്ള സംഘം കൊണ്ട് എപ്പോഴും നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സത്തിനോടുള്ള സംഘം കൊണ്ട് മാത്രമേ നമുക്ക് ആ ആനന്ദാനുഭൂതി ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ചിന്മുദ്ര അഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ കൈകൾ ഇങ്ങനെ പിടിച്ചിരുന്നത് കൊണ്ട് മാത്രമായില്ല. ആ പിടിച്ചിരിക്കുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ആത്മോന്മുഖമായി തിരിച്ചുവിടണം. അങ്ങനെ ആത്മോന്മുഖമായി മനസ്സിനെ തിരിച്ചുവിടുമ്പോൾ ആ ആനന്ദാനുഭൂതി നമുക്കുണ്ടാവും. കർമ്മകാണ്ഡത്തിലലഞ്ഞീടിൽ ജന്മനാ ദുഃഖം നശിക്കുകയില്ല. ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരണം നമ്മളെല്ലാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.